ഫൈനലി നമുക്ക് പോക്ക് ഫോൺ അയച്ചു തന്നിട്ടുണ്ടേ. ദാ കിടിലം ഫോണ്, വെടിക്കെട്ട് ഫോണ്. സ്പെക്ക് കേട്ടാൽ നിങ്ങളൊക്കെ അതാ വിളവാരം ഓടി തള്ളും. പറഞ്ഞുതരാം. 6.71 ഇഞ്ചിൻ്റെ ഒരു ലാർജ് HD+ ഡിസ്പ്ലേ, അതുപോലെ തന്നെ 5000 mAh ബാറ്ററി, 50 MP AI ക്യാമറ, MediaTek Helio G85. ഫ്രഷ്. നമുക്ക് ആദ്യം പെട്ടി അൺബോക്സ് ചെയ്യാം. പെട്ടി തുറന്നു കഴിഞ്ഞാൽ പെട്ടിക്കകത്ത് വരുന്നത് നമ്മുടെ ഫോൺ മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് വേറൊരു പെട്ടി വരും. അതിനകത്ത് സിം ഇജക്ഷൻ ടൂളും കുറച്ച് പേപ്പർ വർക്കുകളും, ചാർജിങ് ബ്രിക്ക്, Type A to മൈക്രോ USB കേബിൾ. ഇതെന്തിനാണ് ഇപ്പോഴും 2023 നമ്മൾ നിൽക്കുന്നതെന്നുള്ളത് നിങ്ങളെല്ലാവരും ആലോചിക്കുക. Type A to മൈക്രോ USB. ഇനി നമുക്ക് ഫോണിൻ്റെ കവർ പൊട്ടിക്കാം. നമുക്ക് ഫോറസ്റ്റ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് ഓക്കെ, ഈ ഫോണിൻ്റെ ഡിസൈൻ ലൈക്ക് നോക്കിയേ, ഒരു ലെതർ ഫിനിഷ് പോലെ നമ്മളെ വിശ്വസിപ്പിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ കേട്ടോ. അതായത് ഗ്രീൻ ഫോറസ്റ്റ് ആണ് ഈ ഒരു കളറ്. അതിൻ്റെ ഈ നടുക്കായിട്ട് നമ്മുടെ ലെതറിൽ സ്റ്റിച്ച് ചെയ്യൂലേ, അതേപോലെ ഒരു സാധനം ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നീട് നമ്മുടെ പോക്കോയുടെ ബ്രാൻഡിങ് ഉണ്ട്. 50 MP AI ക്യാമറ സെറ്റപ്പാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ മേളിലായിട്ടാണ് ഇതിൻ്റെ 3.5 mm ഓഡിയോ പോർട്ട് കൊടുത്തിട്ടുള്ളത്. താഴെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മൈക്രോ USB പോർട്ട്, നമ്മുടെ മൈക്രോഫോൺ, സ്പീക്കർ വെൻസ്, റൈറ്റ് സൈഡിലായിട്ട് വോളിയം ബ്രോക്കർ, പവർ ബട്ടൺ, ഫിംഗർ പ്രിന്റും ബാക്കിൽ വെച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലോ, നമ്മൾ ഒരു 2 വർഷം പുറകിലോട്ട് സഞ്ചരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് പോലെയുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് ഇതേപോലൊരു ഫോൺ ഞാൻ റിവ്യൂ ചെയ്തത് 2020-ലോ 2021-ലോ ഒക്കെയാണ്. നമ്മൾ ഫോൺ സെറ്റപ്പ് ചെയ്ത് ഓപ്പൺ ആക്കി കഴിഞ്ഞു. ആദ്യം തന്നെ എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? ഒരു ലാഗ് ഉണ്ട് മൊത്തത്തിൽ. അതായത് MIUI 13.0 ആണ് ഇതിൻ്റെ അകത്ത് കറൻ്റ്ലി ഓടുന്ന OS എന്ന് പറയുന്നത്. Android 12 ബേസ്ഡ് ആണ് സംഭവം. ഇതിനകത്ത് ഈ നോച്ച് ആക്ച്വലി കുറച്ചിങ്ങനെ താഴെ നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഏതൊരു ഫോൺ എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെ നോച്ച് ഇല്ല എന്നല്ല, നോച്ചുണ്ട്. നമ്മുടെ ലാവയുടെയൊക്കെ ഫോൺ നമ്മൾ അൺബോക്സ് ചെയ്തതിൽ നോച്ചുണ്ട്. പക്ഷേ ഡിസ്ട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള നോച്ചായിട്ട് തോന്നി. അത് എനിക്ക് മാത്രം തോന്നിയതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഈ ഫോണിൻ്റെ പ്രൈസ്, അതായത് പോക്കോ C55ൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8000 രൂപയാണ്. അപ്പോൾ 8000 രൂപയ്ക്കകത്ത് നിങ്ങൾക്കൊരു ഫോൺ വേണം, അതും നിങ്ങൾക്ക് പോക്കോയുടെ ഒരു ഫോണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി ക്യാമറ ഞാൻ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ. 5 MP സെൽഫി ക്യാമറയാണ് ഇതിനകത്ത് അവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. 5 MP സെൽഫി ക്യാമറ ലൈക്ക് അതിനുള്ളത് എടുക്കുന്നുണ്ട്. പിന്നെ റിയർ ക്യാമറ ഒരു AI ക്യാമറയാണ്. അതിനി കുറച്ചുകൂടി ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ കുറച്ച് ഫോട്ടോസ് സാമ്പിൾസ് ഞാനിവിടെ കൊടുത്തിരിക്കാം, ഡ്രൈവിലും കൂടി ഇട്ടിരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈവിലും കൂടി കയറി നോക്കാവുന്നതാണ്. MediaTekൻ്റെ G85 ആണ് ഇതിൻ്റെ പ്രൊസസ്സർ. അപ്പോൾ 6 GB റാമും 128 GB ഇൻ്റർണൽ സ്റ്റോറേജുമാണ് ഈ ഒരു വേരിയൻറ്റിന് വരുന്നത്. അപ്പോൾ ഇതൊരു ഗെയിമിംഗ് പ്രോസസ്സറാണ്. ഗെയിം കളിക്കാൻ പറ്റുന്ന ഏറ്റവും ബഡ്ജറ്റായിട്ടുള്ളൊരു ഡിവൈസ് എന്നാണ് പോക്കോ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂവിൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അതായത് ഫോൺ ഓപ്പൺ ആക്കി വൈഫൈയിൽ കണക്ട് ചെയ്ത് ഗെയിം കളിച്ച് കഴിഞ്ഞാൽ എല്ലാ ഫോണും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും. ഇതങ്ങനെയാണ്. പക്ഷേ കുറച്ച് ആപ്പൊക്കെ ഇട്ട് കുത്തി നിറച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഗെയിം കളിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കാണിച്ചു തരും. ഇത് ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ, ഒരു ഫസ്റ്റ് ലുക്ക് വീഡിയോ എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. എനിക്ക് ആക്ച്വലി ഈ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളിങ്ങനെ കാതിൽ വെക്കുന്ന സമയത്ത് ലുക്ക് അടിപൊളിയായിരിക്കും. കാര്യം ഇത് ലെതർ ഫിനിഷ് ചെയ്തതാണോ എന്ന് ഒറ്റ നോട്ടത്തിലല്ല, നമ്മൾ തൊട്ട് നോക്കിയാൽ ലെതർ ഫിനിഷ് ആണെന്നേ തോന്നുള്ളൂ. ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് ലെതർ അല്ല എന്നുള്ളത്. കണ്ടോ, സൗണ്ട് കണ്ടോ? ഇപ്പം മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് ലെതർ അല്ല എന്നുള്ളത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് എല്ലാം ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബേസിക്കലി ഇതിൻ്റെ പ്രൈസാണ് ഹൈലൈറ്റ്. 8000 രൂപ. 8000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെയോ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അത് Android 12 ബേസ് ചെയ്തിട്ടുള്ള MIUI 13 കിട്ടുന്നുണ്ട്. ഈ MIUI ഫാൻസിനൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരും. വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഈ ഫോണിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടാം. നടക്കട്ടെ. അപ്പോൾ സിമിലർ ആയിട്ടുള്ള ലാവയുടെ ഒരു ഫോണും കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഇതേ ബഡ്ജറ്റ് റേഞ്ചിലാണ്. കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം.